ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞാൻ ചോദിച്ച ചോദ്യം വളരെ നിസ്സാരമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നു കേരളത്തിലെ കർഷകരോട് സംസ്ഥാന സർക്കാരിന് വലിയ പ്രശ്നമാണ്, കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ എന്ന് പറയുമ്പോ കേരളത്തിനകത്ത് നെൽ കർഷകർക്ക് നെല്ലിന് നൽകുന്ന പണത്തേക്കാൾ 1 രൂപ കൂടുതലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ BJP ഭരിക്കുന്ന സംസ്ഥാനത്തോ രാജ്യത്തുണ്ടോ? കേരളത്തിൽ ക്വിന്റലിന് 2300 കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിൽ ഞാൻ നോക്കുമ്പോൾ 2320 രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ജനത്തിന്റെ വാർത്തയായിരിക്കും. അതിന്റെ ജനത്തിന്റെ വാർത്തയല്ല സഹോദര, ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തെടുത്ത വാർത്തയാണ്. ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത്. താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കുക. അതൊന്നും എനിക്കറിയാൻ മേല. എത്രയോ കാലം നമ്മുടെ ഈ പാലക്കാട് MPയും MLA ആയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് വേണം 10-25 കൊല്ലം മുമ്പ് തൊട്ട അതായത് അവതരിപ്പിച്ചിട്ട് ഷാഫി വരണ്ട വന്നു. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടാൻ ഞങ്ങൾക്ക് അല്ല, മെഡിക്കൽ കോളേജ് വന്നതൊക്കെ നന്നായിട്ടുള്ള തന്നെയാണ്. പക്ഷെ അവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കാൻ തുടങ്ങി. ഇലക്ഷൻ അല്ലല്ല, ഒരു ഇപ്പോഴും ആളുകള് യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. ഇപ്പോഴും ആളുകള് അത്യാവശ്യമായിട്ടുള്ള സർജറി പോലുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള തൃശ്ശൂര്, കോയമ്പത്തൂര് പോകേണ്ട ഗതികേടിലാണുള്ളത്. എന്തായാലും കലക്കിട നീ. ഈ മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് പറയാനുള്ളത്, ഈ പാലക്കാട് നിന്ന് ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നായനാരും അതുപോലെ തന്നെ EMS ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയായിട്ട് ഈ ആളുകളൊന്നും കൊണ്ടുവരാത്ത ഏറ്റവും വലിയ വികസനമാണ് ഈ പാലക്കാടിനകത്ത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വം. 3 മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് നമ്മുടെ ചെക്കൻ വേണ്ടി ഒന്നും അതൊന്നും കൊണ്ടുവരാൻ വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, തീർച്ചയായിട്ടും 2016 എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളത് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഹോസ്റ്റലും മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിന്റെ സ്ഥിതി എന്ന് മാത്രമല്ല, മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം പോലും ഇല്ലാതെ അവിടെ അഡ്മിഷൻ എടുത്തിരുന്ന 3 ബാച്ചുകളുടെ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി, അവരുടെ ഭാവിയടക്കം അപതാളത്തിലായ സാഹചര്യം അടക്കം അവിടെ നിലനിന്നിരുന്നു. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇന്നുള്ള നിലയിലേക്ക് അവിടെ IP ഉൾപ്പെടെ OP ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തും ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്താണല്ലോ മോയിൻ സ്കൂള്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ. കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും ഹൈടെക് ആകുമ്പോ ഏറ്റവും മികച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഒരുക്കുമ്പോ എന്താ മോയിൻ സ്കൂളിനകത്ത് മാത്രം സാധ്യമല്ലാത്ത കഴിഞ്ഞ 8 കൊല്ലം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വികസനം ഇടതുപക്ഷത്തിന്റെ വികസനം. കഴിഞ്ഞ 8 കൊല്ലം ബോയ്സ് സ്കൂളിൽ ഉണ്ടാകാത്ത വികസനം ഷാഫി. ഇത് രണ്ടും എനിക്ക് ചോദിക്കാനുള്ളത്, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ഈ 8 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. 5160 കള്ളുഷാപ്പുകൾ, 350 വിദേശ മദ്യഷാപ്പുകൾ, ബീർ വൈൻ പാർലറുകൾ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ. ഞങ്ങൾക്ക് സമാധാനമില്ല. സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെയായിരുന്നു നമ്മുടെ സർക്കാർ പറഞ്ഞത്. പക്ഷേ ഈ മദ്യം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു, വിവാഹമോചനമായിരുന്നു, എല്ലാം അങ്ങേറുന്നു. അപ്പൊ എന്താണ് സ്ഥിതി ഇന്ന് കേരളത്തിൽ? വികസനത്തിന്റെ പാതയിലേക്ക് ഉദിച്ചുപോയി നാട് പറയുമ്പോൾ ഒരു വികസനവും ഒരു കുടി എന്റെ വീട്ടിൽ നടക്കുന്നില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു കുടി എന്റെ വീട്ടിലും വികസനമില്ല. അപ്പൊ എന്താണ് നിങ്ങളെന്ന് സിനിമാ നടന്മാരെ കൊണ്ട് പറയിപ്പിച്ച കള്ളം പറ ഓർമ്മയുണ്ട? എല്ലാവർക്കും ഓർമ്മയില്ലേ?
പറഞ്ഞിട്ടില്ല. ഇന്നത്തെ സ്ഥിതി എന്താണ് കേരളത്തിൽ? സ്ത്രീക്ക് സുരക്ഷിതത്വമുണ്ട്, സ്ത്രീക്ക് സംരക്ഷണമുണ്ട്, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കുടിയന്മാരായ മക്കളെ പേടിക്കേണ്ടി വരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വിവാഹപ്രായമുള്ള മക്കളെ കുടിയനായ ഭർത്താവിനെ അടുത്ത് വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. ഇതാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ശരി, കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം. അതിനകത്ത് നമ്മുടെ അതിനുവേണ്ടി ഒരു 200 ബാറുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങട് എന്നെ കൊല്ല്. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ 2016 പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ. ആ അധ്യായം കാണിച്ചു തന്നെ. ജനം ഒരു ചോദ്യം ചോദിക്കുമ്പോ കണക്ക് കാണിക്കൂ, അതിന്റെ രേഖ കാണിക്കും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വികസനത്തിന്റെ കാര്യത്തില് മറ്റാര് LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല. മാധുവിന് അറിയാമോ, 2016 ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 50 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാ. ഇതൊക്കെ എന്ത്? ഞാൻ പറയുന്നത് ബാറുകളെ കുറിച്ചാണ്. എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത്, പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ 552 ഖണ്ഡിക എടുത്തു വായിച്ചു നോക്ക്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡിക അതെടുത്തു പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ എന്നിട്ട് സംസാരിക്ക്, കള്ളത്തരം പറയരുത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നമുക്കറിയാലോ 2016 മുൻപ് സാറേ അങ്ങും ഞാനും ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സ്ഥിതി? എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സർക്കാർ സർക്കാർ തന്നെ അല്ല. ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞു കുറിച്ചിട്ടുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഒരേ ചോദ്യം എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തിനോട് ചോദിച്ച ഘട്ടത്തിൽ മാതൃഭൂമി അവതാരിക്ക് പ്രയാസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അർച്ചോയാ. പക്ഷെ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് 20 മിനിറ്റ് മറുപടി പറയാൻ പറ്റില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നെല്ലിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞു, മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞപ്പോൾ MCA അംഗീകാരം ഉണ്ടോന്ന് പറഞ്ഞു. ഇത് ഉണ്ടായി കൊടുക്കേണ്ടത് ഇവിടുത്തെ ഷാഫിയാണോ? ഇവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ അതുണ്ടായി കൊടുക്കേണ്ടത്? മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ ചോദ്യം. 2016 മുമ്പ് അത് കഴിഞ്ഞ് അംഗീകാരം നേടിയെടുത്തു എന്നാ പറഞ്ഞത്. അത് ജനപ്രതിനിധി നേടിയെടുത്തു എന്നല്ല പറഞ്ഞത്. ഇപ്പൊ 2 മാസം മുമ്പാണ് വിദ്യാർത്ഥികൾ സമരം നടത്തി. 2 മാസം മുൻപ് ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.